ശതാധിപൻ യേശുവിനോട്, ഗുരു, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അവിടുന്ന് എൻ്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അവിടുന്ന് എൻ്റെ വീട്ടിൽ വന്നില്ലേലും എൻ്റെ ദാസൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും അങ്ങ് ദൂരെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഇവിടെ ബാല്യക്കാരന് സൗഖ്യമുണ്ടാകും. ശതാധിപൻ 100 പേർക്ക് അധിപനാണ്. ശതാധിപൻ അധികാരിയാണ്. ശതാധിപൻ തൻ്റെ ദാസനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും. മറ്റൊരു ദാസനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. ശതാധിപൻ അധികാരത്തിൻ്റെ മഹത്വം അറിയുന്നവനാണ്. എന്നാൽ താൻ യേശുവിനോട് പറഞ്ഞത് ഞാൻ അധികാരമുള്ളവനാണ് എന്നല്ല, ഞാൻ അധികാരത്തിന് കീഴുള്ളവനാണ് എന്നാണ്. തനിക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, തനിക്കറിയാം തൻ്റെ അധികാരം അത് പരിമിതിയുള്ളതാണ്. തനിക്ക് മുകളിൽ മേലധികാരികളുണ്ട്. താൻ എത്ര അധികാരമുള്ളവനാണെന്ന് പറഞ്ഞാലും തൻ്റെ മേലധികാരി തന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ തനിക്ക് അനുസരിക്കേണ്ടി വരുമെന്ന് ശതാധിപൻ അറിഞ്ഞിരുന്നു. എന്നാൽ ദാസന്മാരോട് താൻ പലതും കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ബാല്യക്കാരൻ്റെ ശരീരത്തിനൊരു രോഗം വന്നത് കണ്ടപ്പോൾ അത് തൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല, തൻ്റെ അധികാരം കൊണ്ടത് നടക്കുകയില്ല എന്നറിഞ്ഞ ശതാധിപൻ തൻ്റെ മുകളിലുള്ള മേലധികാരിക്കും അത് കഴിയുകയില്ലെന്നറിഞ്ഞ് അതിന് മുകളിൽ, വളരെ മുകളിൽ എൻ്റെ ബാല്യക്കാരനെ സൃഷ്ടിച്ച പരമാധികാരിയായ ദൈവത്തിന് ഉടഞ്ഞുപോയ പാത്രത്തെ കരങ്ങളിലെടുത്ത് പണിവാൻ കഴിവുള്ള കുശവനെ പോലെ മെനയുന്ന പരമാധികാരിക്ക് ഈ ബാല്യക്കാരൻ്റെ മേൽ അധികാരമുണ്ടെന്ന് അവൻ അറിഞ്ഞു. യേശു സൃഷ്ടികർത്താവായ ദൈവമാണെന്ന് ശതാധിപൻ അറിഞ്ഞു. അവൻ അധികാരത്തിൻ്റെ മഹത്വം കണ്ടവനായതുകൊണ്ട് അവൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, അവിടെ നിന്നാ മതി. ഞാനിത് വീട്ടിൽ കാണുന്നതല്ലേ, എനിക്കറിയാം ഇതിൻ്റെ പവർ എന്താണെന്ന്. ഒരു വാക്കൊന്ന് പറഞ്ഞാട്ടെ, അത് മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയം അതെത്ര വലുതായിരുന്നാലും ഇനി ഒരിക്കലും നിങ്ങൾ ഉയരത്തില്ലെന്ന്, ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു വിടുതലുണ്ടാകത്തില്ലെന്ന് ലോകം പറഞ്ഞ് തള്ളിയ വിഷയമാണെങ്കിലും യേശുവിൻ്റെ അധികാരമുള്ള വചനത്തിന് മുമ്പിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. അവൻ പരമാധികാരിയായ ദൈവമാണ്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ്റെ ശബ്ദം പുറപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിലെ ജീവൻ നിങ്ങളുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം, വചനം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, വചനം എന്നെ സഹായിക്കും, വചനം എന്നെ ശക്തീകരിക്കും. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകൽ ഈ ശബ്ദം, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തിയായി വെളിപ്പെടാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.